കുറേ ഗേൾസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേരാ 10th +1 ഒക്കെ പഠിക്കുന്ന കുറേ ഗേൾസ് ഉണ്ട്. ഇവർക്ക് ഈ അഫെയർ, ഇവർക്ക് ഈ റൊമാൻസ്, ഈ ലവ് ഭയങ്കര എന്താ പറയുക, അഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ. അപ്പോൾ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക്കും കൂടി ഹെവിയാണ്. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണത്. സെക്ഷലി ഭയങ്കര അഡിക്റ്റ്, ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ഒരു ഏരിയാസിൻ്റെ ഈ MDMA എന്ന് പറയുന്നത്. ഹായ് എവരിവൺ, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തോണ്ട്. അപ്പം നാടിനെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടോ? തീർച്ചയായിട്ടും ഈ 8, 9, 10, 11, 12, +1, +2 ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി MDMA യൂസ് ചെയ്യുന്നത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് വെറും 13 വയസ്സാണ്. 13 വയസ്സിൽ അവൾക്ക് എന്തിനാണ് സെക്സ്? എല്ലാം ഞാൻ എന്തായാലും ഓരോന്നോരോന്നായിട്ട് പറയാം. അതിനു മുമ്പ് അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലഹരിയെ കുറിച്ച് സംസാരിക്കുന്നതിന് എതിരെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നീ ലഹരിയെ കുറിച്ച് പറയുന്നത് നിർത്തണമെന്ന് ഒരു കമന്റ് എനിക്ക് പേഴ്സണലായിട്ട് വന്നതാണ്. അതും ഒരു ഫേക്ക് ഐഡിയ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പേടിക്കത്തില്ല. വീണ്ടും വീണ്ടും ഞാൻ ഈ ലഹരിയെ കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ എന്നെ ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റും ചെയ്യണം. എന്തായാലും ഞാൻ നിങ്ങളെ ഒരു നടുക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 15 വയസ്സായിട്ടുള്ള SSLC പഠിക്കുന്ന ഒരു പെൺകുട്ടി അച്ഛനും അമ്മയൊക്കെ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. എന്നിട്ട് അച്ഛനമ്മമാർക്കൊപ്പം നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുകയാണ്. അവള് കിടന്നുറങ്ങുന്നത് അച്ഛനും അമ്മയും കണ്ടതാണ്. എന്നിട്ട് ബാക്കി എന്തുണ്ടായെന്നുള്ളത് കേൾപ്പിക്കാം. രക്ഷിതാക്കൾ അറിഞ്ഞില്ല. അർദ്ധരാത്രിയിൽ 16കാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി നൽകി കൂട്ടുകാരിയും സംഘവും പിടിയിൽ. മാനന്തവാടി. രക്ഷിതാക്കൾ അറിയാതെ അർദ്ധരാത്രിയിൽ 16കാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി നൽകിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അഞ്ചുകുന്ന് കല്ലിട്ടാങ്കുഴി ജനീലിയ 19 വയസ്സ്, കണിയാരം പാലക്കുളി പോത്തനാട്ടിൽ AV അജിത് 23 വയസ്സ് എന്നിവരാണ് ബുധനാഴ്ച അറസ്റ്റിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6ആയി. ചൊവ്വാഴ്ച തൃശ്ശിലേരി മൂത്തുമാരി കണ്ണഞ്ചിറ വീട്ടിൽ റോബിൻ കെ ജോയി 20, മാനന്തവാടി സ്വദേശികളെ കല്യോട്ടുകുന്ന് ലിജു നിവാസിൽ അമൽ കൃഷ്ണ 20, കുറ്റിമുല വള്ളപ്പറമ്പിൽ KV ജിതിൻ 22, എടവക ചാമാടിപ്പൊയിൽ ചിറക്കൽ C അജിത് കുമാർ 23 എന്നിവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ മാസം 12-ന് അർദ്ധരാത്രിയിലാണ് കുട്ടിയെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. പിന്നീട് നിർബന്ധിച്ച് മദ്യം നൽകുകയും സിഗരറ്റ് വലിപ്പിക്കുകയുമായിരുന്നു എന്നാണ് വിവരം. തുടർന്ന് മാനന്തവാടി കണിയാരത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ അമൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ടെത്തി. കേസെടുത്ത് മാനന്തവാട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാത്രി 11 മണിക്ക് പെൺകുട്ടി ഉറങ്ങാൻ പോയതായാണ് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. രാത്രി 1:30-ക്ക് ഒരു ആൺകുട്ടി വിളിച്ച് മകൾക്ക് അപകടത്തിൽ പരിക്കേറ്റതായും മാനന്തവാടിയിലെ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ഫോണിൽ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. അടുക്കളവാതിൽ തുറന്നിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിലെത്തി മകളെ കാണുകയായിരുന്നു. ഒരു പെൺസുഹൃത്തും 2 യുവാക്കളും ചേർന്നാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് ആശുപത്രിയിൽ ലഹരി മയക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം മകൾ പറഞ്ഞതായാണ് മാതാപിതാക്കൾ പറയുന്നത്. ചായ കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞാണ് പെൺസുഹൃത്ത് 16കാരിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് വിവരം. അപകടത്തിൽ കാലിനും മുഖത്തും സാരമായി പരിക്കേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വാർത്ത പലവരും വായിക്കുകയും ഇതിന്റെ ആഘാതം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുകയും കണ്ടില്ലേ. അപ്പോ അച്ഛനമ്മമാരുടെ കൂടെ സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയ ഒരു പെൺകുട്ടിയാണ് രാത്രിയായപ്പം കാമുകന്റെ കൂടെ MDMA അടിക്കാനായിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. രക്ഷിതാക്കൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മക്കളെ ഒരു 18 വയസ്സാകുന്നത് വരെയെങ്കിലും, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരിക്കും കുടുംബത്തിൽ ഒരുപാട് പേരുദോഷങ്ങൾ വരും. അല്ലെങ്കിൽ ഇനി നാടിന് നടക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യം കൂടിയുണ്ട്. അതായത് 14, 13 വയസ്സുള്ള പെൺകുട്ടികൾ ഈ ഒരു സാധനം അടിക്കുന്നത് മറ്റേതിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ എന്തായാലും ഞാൻ അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു സഹോദരൻ, അപ്പൊ ആ പുള്ളിക്കാരൻ MDMA ഇല്ലെങ്കിൽ മരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം നിലവിൽ MDMA ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വെച്ചു തരാം. ഷഹവാസിന് പറയാനുള്ള ഏകദേശം എത്ര വർഷം താൻ ലഹരി ഉപയോഗിച്ചു? ഞാൻ 10th തൊട്ടിട്ട് കഞ്ചാവ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കിങ്ങനെ അവൈലബിൾ ആയിരുന്നു. കുറേ ചേട്ടന്മാരായിട്ടൊക്കെ നല്ലതാന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല.
അപ്പോൾ ഓരോ ചേട്ടന്മാരുടെ അടുത്ത് ഇങ്ങനെ വലിയ വലിയ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെ പഠിച്ചു, എൻജോയ് പഠിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് അത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, ഇടയ്ക്ക് പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്രൈമുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കേസുകളൊക്കെ ഉണ്ട്. എത്ര കേസുകളുണ്ടോ? എനിക്ക് ടോട്ടൽ 8 കേസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ സിന്തറ്റിക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള 2020 തൊട്ടിട്ടാണ്. ഇപ്പോൾ ഏകദേശം 5 വർഷമായിട്ട്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് എനിക്കത് നിർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കേസിലൊക്കെ പെട്ട് ജയിലിൽ പോകുമ്പോൾ ഇത് സുലഭമായിട്ട് കിട്ടുമായിരുന്നു? ജയിലിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് ഫസ്റ്റ് കയറുമ്പോഴൊന്നും നമുക്കിത് കിട്ടിയിരുന്നില്ല, നമുക്ക് ജയിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ജയിൽ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് കിട്ടാറുണ്ട്. അപ്പൊ ശരിക്കും പറയുന്നതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടില്ല. ഇത് ശരിക്കും ഒരു വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ ഒരു കാര്യങ്ങൾ നടന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജയിലിലേക്ക് പോകുന്നവർ, ഈ വല്ലവരെയൊക്കെ കുത്തിക്കൊന്നിട്ട് ഈ കഞ്ചാവ് അടിച്ച മയക്കുമരുന്നൊക്കെ അടിച്ച് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലിലേക്ക് പോയിട്ട് അവിടെയും ഇതൊക്കെ കിട്ടുമെന്നുള്ളതാണ്. കുറച്ചുനാൾ ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മോചനം നേടേണ്ടതല്ലേ? എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിലും എനിക്ക് വിഷയമുള്ള എനിക്ക് കുഴപ്പമില്ല. ഞാനതിനെ എനിക്കതിനെ ഡിപ്രഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നിർത്തണമെങ്കിൽ എനിക്ക് നിർത്താം, പക്ഷെ എനിക്ക് പൂർണ്ണം അത് എല്ലായിടത്തും അവൈലബിൾ ആണത്. ഈ കുട്ടികളുടെ ഒരു പ്രസൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇതിൽ ലഹരി വാങ്ങിക്കാൻ ചെല്ലുമ്പോഴൊക്കെ? കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10th +1 +2 തൊട്ടുള്ള പിള്ളേരാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളുടെ പറയാനുള്ളത്, എനിക്ക് കുറേ ഗേൾസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേരാണ് 10th +1 പഠിക്കുന്ന കുറേ ഗേൾസ് ഉണ്ട്. ഇവർക്ക് ഈ അഫെയർ, ഇവർക്ക് ഈ റൊമാൻസ്, ഈ ലവ് ഭയങ്കര എന്താ പറയുക, അഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ഇവരുടെ ഈ പയ്യന്മാർ, അതായത് ഇവരുടെ അഫെയറുള്ള ബോയ്സ്, എൻ്റെ അറിവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ MDMA എന്ന് പറയുന്നത് നമുക്ക് സ്നെഫ് ചെയ്യാം, ഒന്ന് മൂക്കിൽ വലിച്ചു തരാം, പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും, പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും. 2 ജ്യൂസിൽ 2 കല്ലിട്ട് കൊടുത്ത ജ്യൂസിലും അതും ലഹരിയാണ്. അപ്പോൾ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാണ്. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണത്. സെക്ഷലി ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ഒരു ലഹരിയാസിൻ്റെ ഈ MDMA എന്ന് പറയുന്നത്. അത് 2 ലൈൻ അവരറിയാണ്ട് ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം 2 വട്ടം അവർ കുടിച്ചാൽ മതി. അങ്ങനെ വല വീശി പിടിക്കുന്ന കുറച്ച് ബോയ്സ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുണ്ട്. അപ്പൊ കേട്ടില്ലേ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിച്ചു നോക്ക്. ജ്യൂസിലേക്ക് ഈ ആണുങ്ങളെ MDMA കലർത്തി പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നു. അത് കുടിച്ചു കഴിയുമ്പോഴാണ് ഇവരുടെ ഭാവം മാറുന്നത്. ആ ഒരു സമയത്ത് ആര് വിളിച്ചാലും പെണ്ണുങ്ങൾ പോകും. അതാണ് ഈ പറയുന്നത്. ഈ ബോയ് ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്ന ഈ പെൺകുട്ടികളാണ് ഇതിൽ MDMA കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആയിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ, എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെ കൂടുതൽ ലഭ്യതയും ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉള്ളത്. നമ്മുടെ മലയാളികളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നു. ഒരുപാട് മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ജാതിയുടെ കാര്യത്തിലാണെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇതടിക്കുന്നു. ഈ ഒരു സാധനത്തിൽ ജാതിയോ മതമോ വർഗീയതയോ ഒന്നുമില്ല. കുറെ പേര് കമന്റ് ഇട്ടത് കൊണ്ടാണ് പറയുന്നത്. LDF, UDF, BJP പിന്നെ അതുപോലെ തന്നെ മതം, ജാതി ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു സാധനത്തിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഈ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ജാതി, മതം, രാഷ്ട്രീയം എല്ലാവരും ഉണ്ട് ഇതിന് മാത്രം ഒരു ഇതും ഇല്ല, വർഗീയതയും ഇല്ല. ഞാൻ പറയുന്നത് ഇതിനെ എങ്ങനെയെങ്കിലും തടയണം, എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ തുടച്ചു നീക്കണം. അപ്പോ നമ്മുടെ നാട് തന്നെ നശിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത് ഈ പെൺകുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വേറൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പഠിക്കാൻ വിടുമല്ലോ, പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകുന്ന പെൺകുട്ടികളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പിന്നെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ മക്കളെ നമുക്ക് വിശ്വാസമായിരിക്കും, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരെയും അല്ല പറയുന്നത്, കുറച്ചു പേര് ഓരോരുത്തർക്കൊക്കെ ഓരോ രീതിയിൽ നിന്ന് കൊടുത്തിട്ട് ഇവളുമാരെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് MDMA അങ്ങനെ ഇത് മറ്റത് മറിച്ചത് എല്ലാം യൂസ് ചെയ്യുവാണ്. അല്ലാതെ ഇവർക്കൊക്കെ എങ്ങനെ പൈസ കിട്ടാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്യാവശ്യം പെൺകുട്ടികൾക്ക് കുറച്ച് പൈസ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുമായിരിക്കും. അതറിയാം എത്ര രൂപയാണ് ചെലവിനും കാര്യങ്ങൾക്കും ഒക്കെ എടുക്കുന്നത്, എത്ര രൂപയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എവിടെ നിന്ന് പൈസ? അതാണ് ആലോചിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. MDMAക്കൊക്കെ എന്തൊരു വിലയാണെന്നറിയോ? അതുപോലെ തന്നെ കഞ്ചാവ്, എല്ലാ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കും നല്ല എമൗണ്ട് ആവും. അതിനൊക്കെ എങ്ങനെയാണ് ഇവര് പൈസ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ പബ്ലിക്കിൽ അവരടിക്കാറുണ്ട്, നമ്മുടെ ടൗണിൽ ഇട്ടിട്ട് തന്നെ. അപ്പോൾ അവർക്ക് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 16 വയസ്സിലായിട്ടുള്ളൂ, 15 വയസ്സിലായിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചോദിക്കുക, ഏത് പോലീസ് പിടിക്കുക, അങ്ങനത്തെ കുറേ ഡയലോഗുണ്ട്.
അത് കിട്ടാതിരുന്നാൽ എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം? കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ എനിക്കുണ്ടാവുന്ന അനുഭവം ആവില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക. അതായത് ഈ MDMA യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മൂടാവില്ല മറ്റൊരു അടിക്കുമ്പോൾ പലവർക്കും പല മൂടായിട്ട് വരാം. എനിക്കിപ്പോൾ അത് കിട്ടാണ്ടിരുന്നാൽ കുറച്ച് നേരം എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഞാനത് ഞാനങ്ങനെ അധികം ഡിപ്രഷൻ അടിച്ച് ഞാൻ പോകാറില്ല. ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആ ടൈമിൽ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കാണും, ഇരിക്കും. ഷഹബാസിൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇത് എത്രത്തോളം മാനസിക വിഷമിച്ചിട്ടുണ്ട്? ഒരുപാട് എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അവർക്ക് എനിക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇപ്പോഴും നന്നാവണം, എനിക്കിപ്പോൾ നല്ലൊരു ലിങ്കിൽ പോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെ ഈ ഫ്രണ്ട്സ്, അതായത് ഈ ലഹരി നേരത്തെ വാങ്ങിയവർ പിന്നീട് ഇത് വാങ്ങിക്കാതിരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്താൻ അങ്ങനെയുണ്ടോ? നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. അത് ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പറ്റില്ല എന്നുണ്ടോ? MDMA ചെന്ന് പെട്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും അവരത് കിട്ടാനുള്ള വഴി അവർ നോക്കുള്ളൂ. മീൻസ് അവർക്ക് ഫണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു വള്ളിക്കെട്ടുണ്ടായിട്ട് അവർ ഫണ്ട് മേടിക്കും. ഷഹബാസ് ഈ ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ പിടിച്ചുപോരാ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോയത്? അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ 1-2 വട്ടം അത് പിടിച്ചുവരെയല്ല. ഓൾറെഡി എനിക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ തരാം. എന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. എൻ്റെ നിന്ന് ഫണ്ട് മേടിച്ച് പോയിട്ടും അങ്ങനെയായിട്ടുള്ള ആൾക്കാരൊക്കെ. പിന്നെ നമുക്കത് ചോദിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ കയറി ഇടിച്ചിട്ട് ബാക്കി ഫണ്ട് മേടിക്കും. പല കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലി അതൊരു ക്രൈമാണല്ലോ. ഇടിച്ചിട്ട് ഫണ്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ക്രൈമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കേസുകൾ കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം സുലഭമായി കിട്ടുന്നുണ്ട്? എത്ര ദൂരത്തിൽ കിട്ടുന്നുണ്ട് ഈ സാധനം? എനിക്കിപ്പോൾ തൃശ്ശൂർ ജില്ല വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ഇവളാണ്. അത് എൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ അത്യാവശ്യം ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അത്യാവശ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറില്ല. നമ്മളത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാറുണ്ട്. എൻ്റെ കൺമുമ്പിൽ കൂടെ ഞാനിതുവരെ എൻ്റെ കൈ കൊണ്ട് ആർക്കും ഡ്രഗ്സ് ഞാൻ വിറ്റിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും സെയിലിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നമ്മൾ തൃശ്ശൂർ സിറ്റിയിൽ അവൈലബിളാണ്. ഈ സ്ത്രീകളും ഉൾപ്പെടെ, അതായത് പെൺകുട്ടികളല്ല, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉപയോഗിക്കുന്നു. ഒട്ടുമിക്ക സ്ത്രീകളും എൻ്റെ അറിവിൽ അനവധി ഉണ്ട് ഇവിടെ. അത് ഞാൻ പേരും അവരുടെ ഒരു ബയോഡാറ്റയും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ. അപ്പോൾ എൻ്റെ അറിവിൽ ഒട്ടുമിക്ക ബോയ്സ് മാത്രമല്ല സ്ത്രീകളും ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കാണാറില്ല. ഇപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ ഏകദേശം ഒരു 100 പേരെ പിടിച്ച് 100 സ്ത്രീകൾ ജയിലിൽ പോയിട്ടുണ്ട് ഈ NDPSൻ്റെ കേസിൽ. ഈ ഒരു 2024 തൊട്ടിട്ട് 2025 വരെ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഏകദേശം 100 സ്ത്രീകളുടെ അടുത്ത്, അതും 19, 21, 22 വയസ്സായിട്ടുള്ള പെമ്പിള്ളേരാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടെ പെമ്പിള്ളേരും തൃശ്ശൂരും പെമ്പിള്ളേർ അധികം യൂസ് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളേരാണ്. അപ്പോൾ ഇനി ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഷഹബാസ്? ഞാനെടുത്തു കഴിഞ്ഞു. അതിന് ഏതെങ്കിലും ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ട് എത്രത്തോളം ഗുണകരമാണ്? ഡി അഡിക്ഷൻ സെന്ററിൽ പോകാനായിട്ടും കൂടുതൽ നമുക്ക് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ആദ്യം തീരുമാനം എടുക്കേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ആദ്യം തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ ഒരു ഉറച്ച നിലപാടാണ്. അല്ലാണ്ട് ഒരുപാട് പേര് ഉപദേശിച്ചോണ്ടോ ഒരുപാട് പേര് ഇതാക്കിയോണ്ടോ. പിന്നെ ഒന്നാമത് സാധനം അടിച്ച് ഇത് കഞ്ചാവ് യൂസ് ചെയ്യുന്ന പോലെ സിന്തറ്റിക് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലൊക്കെ ഫ്രണ്ടിലൊക്കെ 2-3 ചെറിയ പീസുകൾ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കെമിക്കൽ വായിൽ വന്നിട്ട്. എനിക്ക് അറിയേണ്ട സാറുണ്ട് ഇവിടെ സിറ്റി ലഹരി സ്കൂളിലെ SI സാറുണ്ട്, സുഹൃത്തുമ്മ സാറ്. ഞാനിപ്പോൾ എന്നായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവും, ഫാമിലിയൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ. അപ്പോൾ എനിക്ക് ആരുടെ എന്ത് തുറന്നു പറയാം. നമുക്കൊരു പല്ല് പൊട്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നില്ല. അത് ഞാൻ അപ്പോൾ തന്നെ ഞാൻ സാറിന് കാണിച്ചു കൊടുത്തു. അവിടെ പോയി ഇങ്ങനെ സാറിങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ സാറ് അപ്പോഴാണ് ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പോയിട്ടുള്ളതാണ്. പിന്നെ എന്തായാലും ഷഹബാസ് എടുത്ത ഈ തീരുമാനം ഇനി ലഹരി ഉപയോഗിക്കുന്നില്ല. അത് വടകരയിൽ പിടിച്ച 4 ടീച്ചർമാർക്കും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അതിനുശേഷം ആ സ്കൂളിൽ ഈ ടീച്ചർമാര് പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 7, 8, 9, 10, +1, +2 എല്ലാവരും ഈ ഇത്രയും ക്ലാസ്സുകാർക്ക് ഡ്രഗ് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഇവരെ എല്ലാരെയും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പരിശോധിച്ചിട്ട് എല്ലാവർക്കും വേണ്ട നടപടി എടുക്കണമെന്നാണ് എന്റെ ഒരു ഇത്. ഈ ടീച്ചർമാരെ പുറം ലോകം കാണിക്കാതെ 10-20 വർഷമെങ്കിലും ജയിലിൽ ഇടണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.